ഗൾഫ് മലയാളി ജനസംഖ്യയിൽ ഏറ്റവും നിർണായക പങ്കുവഹിക്കുന്ന സൗദി അറേബ്യയിൽ നിന്നും ഒരേ സമയം ആശങ്കയും ആശ്വാസവും നൽകുന്ന പുതിയ തൊഴിൽ പരിഷ്കാരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. 2026 ജൂൺ 30 മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ പുതിയ നിയമാവലികൾ പ്രവാസി മലയാളികളുടെ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ രംഗത്ത് ജോലി ചെയ്യുന്നവരുടെ ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്തും. സൗദി അറേബ്യ തങ്ങളുടെ വിഷൻ 2030ന്റെ ഭാഗമായി സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നതിന്റെ തുടർച്ചയായി എഞ്ചിനീയറിംഗ് മേഖലയിലെ സ്വദേശി പങ്കാളിത്തം 30% ഉയർത്തിയിരിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഒട്ടനവധി പ്രതിസന്ധികളിൽ അകപ്പെട്ട് വർക്ക് പെർമിറ്റുകൾ പുതുക്കാൻ കഴിയാതിരുന്ന സാധാരണക്കാരായ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസമേകി കാലാവധി വർഷാവസാനം വരെ ദീർഘിപ്പിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സുപ്രധാന തീരുമാനങ്ങളും സൗദിയുടെ തൊഴിൽ വിപണിയെയും പ്രവാസികളുടെ നിലനിൽപ്പിനെയും എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. സൗദിയിലെ സ്വകാര്യ മേഖലകളിൽ തദ്ദേശീയരായ യുവാക്കൾക്ക് കൂടുതൽ മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും നഗരസഭ ഭവനകാര്യ മന്ത്രാലയവും സംയുക്തമായി പുതിയ ഉത്തരവ് നടപ്പിലാക്കിയത്. മുൻപ് 25% എഞ്ചിനീയറിംഗ് സ്വദേശിവൽക്കരണ നിരക്കാണ് ഇപ്പോൾ 30% ഉയർത്തിയിരിക്കുന്നത്. 5 അതിലധികമോ എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന എല്ലാ സ്വകാര്യ കമ്പനികൾക്കും ഈ നിയമം പുതിയ സാമ്പത്തിക വർഷം മുതൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ആർക്കിടെക്ട്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി 46ഓളം പ്രധാന എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകളെയാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സൗദിയിൽ വർഷങ്ങളായി സേവനമനുഷ്ഠിക്കുന്ന മികച്ച മലയാളി എഞ്ചിനീയർമാർക്ക് വലിയൊരു ജോലി പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഈ പുതിയ പരിഷ്കാരത്തിൽ കേവലം എണ്ണം കൂട്ടുക മാത്രമല്ല, മറിച്ച് യോഗ്യതകൾക്കും ശമ്പള വ്യവസ്ഥകൾക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം ഒരു സൗദി എഞ്ചിനീയറെ സ്വദേശിവൽക്കരണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അവർക്ക് സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ ഔദ്യോഗിക പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ ഉണ്ടായിരിക്കണം. അതിനു പുറമെ അവർക്ക് നൽകേണ്ട കുറഞ്ഞ പ്രതിമാസ ശമ്പളം മുൻപുണ്ടായിരുന്ന 5000 റിയാലിൽ നിന്നും 8000 സൗദി റിയാലായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉയർന്ന ശമ്പള വ്യവസ്ഥ പാലിക്കാത്ത കമ്പനികളെ സ്വദേശിവൽക്കരണ കണക്കുകളിൽ ഉൾപ്പെടുത്തില്ല. നിയമം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയത്തിന്റെ പ്രത്യേക മോണിറ്ററിംഗ് ടീമുകൾ രാജ്യത്തുടനീളം കടുത്ത പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. തദ്ദേശീയവൽക്കരണം പൂർത്തിയാകാത്ത സ്ഥാപനങ്ങൾക്ക് വൻതുക പിഴയും സർക്കാർ പോർട്ടലുകളിലുള്ള സേവനങ്ങൾ നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികളും നേരിടേണ്ടി വരും. എഞ്ചിനീയറിംഗ് മേഖലയിൽ വലിയൊരു തിരിച്ചടി നേരിട്ടപ്പോൾ തന്നെ സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു സുപ്രധാന പ്രഖ്യാപനവും സൗദി മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞ വർക്ക് പെർമിറ്റുകൾ നിയമവിധേയമായി പുതുക്കുന്നതിനും സ്പോൺസർഷിപ്പ് മാറ്റങ്ങൾ പൂർത്തിയാക്കുന്നതിനുമുള്ള ഇളവ് കാലാവധി ഈ വർഷം ഡിസംബർ 31 വരെ നീട്ടി നൽകിയിരിക്കുകയാണ്. മുൻപ് നിശ്ചയിച്ചിരുന്ന ഇളവ് കാലാവധി ജൂൺ 30 അവസാനിച്ചതോടെയാണ് 6 മാസം കൂടി ദീർഘിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ആശ്വാസ ഉത്തരവ് വരുന്നത്. വിവിധ നിയമപ്രശ്നങ്ങളിലും തൊഴിൽ തർക്കങ്ങളിലും അകപ്പെട്ട് ഇഖാമ പുതുക്കാൻ കഴിയാതെ നിയമവിരുദ്ധരായി രാജ്യത്ത് തുടരേണ്ടി വന്ന പ്രവാസികൾക്ക് ഇത് വലിയൊരു സുവർണ അവസരമാണ്. പ്രത്യേകിച്ച് വർക്ക് പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞ് 12 മാസത്തിൽ കൂടുതൽ ആയവർക്കും പുതിയ സ്പോൺസറുടെ കീഴിൽ ജോലിയിൽ പ്രവേശിച്ച് 6 മാസം കഴിഞ്ഞിട്ടും ഇഖാമ ലഭിക്കാത്തവർക്കും തങ്ങളുടെ രേഖകൾ നിയമവിധേയമാക്കാൻ ഈ കാലയളവ് പ്രയോജനപ്പെടുത്താം. ഭൂരിഭാഗം കമ്പനികളും ജീവനക്കാരും മുൻപ് നൽകിയ മികച്ച സഹകരണവും നിയമങ്ങൾ പാലിക്കാനുള്ള സന്നദ്ധതയുമാണ് സമയപരിധി വർഷാവസാനം വരെ നീട്ടാൻ മന്ത്രാലയത്തെ പ്രേരിപ്പിച്ചത്. ഈ ഇളവ് കാലാവധിക്കുള്ളിൽ തന്നെ രേഖകൾ ശരിയാക്കാത്തവർക്കെതിരെ പിന്നീട് യാതൊരുവിധ വിട്ടുവീഴ്ചകളുമില്ലാത്ത കർശനമായ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം കർശനമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ക്യുവ വഴി കമ്പനികൾക്ക് തങ്ങളുടെ ജീവനക്കാരുടെ രേഖകൾ എളുപ്പത്തിൽ പുതുക്കാനുള്ള സൗകര്യങ്ങൾ മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ സമീപകാലത്തുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ വിരൽ ചൂണ്ടുന്നത് വരും വർഷങ്ങളിൽ പ്രവാസികൾക്ക് അവിടെ തുടരണമെങ്കിൽ കേവലം അധ്വാനം മാത്രം പോരാ, മറിച്ച് ഉയർന്ന പ്രൊഫഷണൽ യോഗ്യതകളും നിയമപരമായ കൃത്യതയും അത്യന്താപേക്ഷിതമാണെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് മാത്രം മുൻഗണന നൽകുന്ന രീതിയിലേക്ക് സൗദി തൊഴിൽ വിപണി പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് മേഖലയിലെ 30% സ്വദേശിവൽക്കരണം പോലെയുള്ള തീരുമാനങ്ങൾ പ്രവാസി സമൂഹത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാണെങ്കിലും വർക്ക് പെർമിറ്റ് പുതുക്കാനുള്ള സമയപരിധി നീട്ടി നൽകിയത് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. ഈ ഇളവ് കാലാവധി കൃത്യമായി പ്രയോജനപ്പെടുത്തി തൊഴിൽ രേഖകൾ എത്രയും വേഗം നിയമവിധേയമാക്കാൻ എല്ലാ പ്രവാസികളും കമ്പനികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയമങ്ങളെ പൂർണ്ണമായി ബഹുമാനിച്ചുകൊണ്ട് കൃത്യമായ മുൻകരുതലുകളോടെ മുന്നോട്ട് പോകുന്ന പ്രവാസികൾക്ക് മാത്രമേ സൗദിയുടെ ഈ പുതിയ നവീകരണ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.